അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നമുക്ക് നാലായിട്ടാണ് തരംതിരിക്കാൻ പറ്റുന്നത്. നാലായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇങ്ങനെ നാലായിട്ട് തരംതിരിച്ച വ്യക്തിയാണ് സർ സിഡ്നി ബെർണാഡാണ്. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് പഞ്ചാബ് ഹിമാലയമാണ്. പഞ്ചാബ് ഹിമാലയം ഏതൊക്കെ നദികൾക്കിടയിലാണ് എന്ന് ചോദിച്ചാൽ സിന്ധു നദിക്കിടയിലും സത്ലജ് നദിക്കിടയിലുമാണ്. സിന്ധുവിനും സത്ലജ് നദിക്കും ഇടയിലാണ് 500 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇനി സെക്കൻഡാണ് കുമയൂൺ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് കുമയൂണാണ്. കുമയൂൺ ഹിമാലയമാണ്. കുമയൂൺ ഹിമാലയം ഏതൊക്കെ നദിക്കിടയിലാണെന്ന് ചോദിച്ചാൽ സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലാണ് കുമയൂൺ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അത് 320 കിലോമീറ്ററാണ് ദൈർഘ്യം വരുന്നത്. ഇനി മൂന്നാമത് ഏതാണെന്ന് ചോദിച്ചാൽ നേപ്പാൾ ഹിമാലയമാണ്. നേപ്പാൾ ഹിമാലയം ഏതൊക്കെ നദിക്കിടയിലാണെന്ന് ചോദിച്ചാൽ കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിലാണ്. കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിലാണ്. അതിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 800 കിലോമീറ്ററും. ഏറ്റവും ദൈർഘ്യമേറിയ ഹിമാലയ നിര ചോദിച്ചാൽ അത് നേപ്പാൾ ഹിമാലയമാണ്. ഇനി അടുത്തതാണ് ആസാം ഹിമാലയമാണ്. ആസാം ഹിമാലയം എന്ന് പറയുന്നത് ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്